യെസ്, നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇളക്കിമറിച്ച വലിയ ചൂടുപിടിപ്പിച്ച വിവാദമായിരുന്നു പേരാമ്പ്രയിലെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം. ആ കേസിൽ പോലീസ് കേസെടുത്ത് അന്വേഷണമൊക്കെ ആരംഭിച്ചിരുന്നു. ഇപ്പോൾ ആ കേസ് അവസാനിപ്പിക്കുകയാണ്. എന്ന് വെച്ചാൽ യഥാർത്ഥ പ്രതിയെ കണ്ടെത്താനാകാതെ പോലീസ് കേസ് ക്ലോസ് ചെയ്യുകയാണെന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് രാവിലെ തന്നെ പ്രേക്ഷകരെ അറിയിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ് ആദ്യം. പ്രതികളെ കണ്ടെത്താനായില്ല എന്ന് പറഞ്ഞ് വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ട് കേസ് അവസാനിപ്പിച്ചിരിക്കുന്നു വടകര പോലീസ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഷാഫി പറമ്പിലിനെതിരെ LDF പ്രചരിപ്പിച്ചതായിരുന്നു കാഫിർ സ്ക്രീൻഷോട്ട്. ഇതാദ്യം വാട്സാപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തതെന്ന് പോലീസ് കണ്ടെത്തിയ DYFI നേതാവ് റിബേഷ് രാമകൃഷ്ണന്റെ ഫോൺ പരിശോധനാ ഫലമടക്കം കിട്ടിയില്ലെന്നും പോലീസ് പറയുന്നു. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. നമ്മൾ ആദ്യം മുതലേ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇത് ആരുണ്ടാക്കിയെന്നുള്ളത് തെളിയണമെന്നുള്ളതാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വർഗീയ ചാപ്പയാണ് എന്നുള്ളത് കൃത്യമായിട്ട് ബോധ്യമുണ്ട്. നമ്മൾ കോടതിയെ സമീപിക്കുമ്പോൾ മാത്രമാണ് അന്വേഷണം ഉണ്ടായിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ ഈ കേസ് ഇപ്പം നിന്നു എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. എന്നിരുന്നാലും അങ്ങനെ ഒരു വിവരം നമ്മളെ സംബന്ധിച്ച് നമ്മളെ കയ്യിൽ കിട്ടിയിട്ടില്ല. അതിനെപ്പറ്റിയിട്ട് ഇനിയും കോടതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ അന്വേഷിക്കും. എന്നെ സംബന്ധിച്ച് എൻ്റെ ഫോണ് 2 വർഷമായിട്ട് എൻ്റെ പേഴ്സണൽ ഡാറ്റ അടങ്ങുന്ന സാധനം വരെ എന്താണ് പോലീസ് കസ്റ്റഡിയിലാണ്. പാസ്പോർട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ് ജീവിതമൊക്കെ ഒന്ന് ആസ്വദിച്ച് ഗൾഫിലേക്ക് പോകാമെന്ന് വിചാരിച്ചപ്പോൾ പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ പാസ്പോർട്ടിൻ്റെ ഡേറ്റും കഴിഞ്ഞു. കേസ് വന്നതോടുകൂടി അത് പുതുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. യെസ്, കാഫിർ സ്ക്രീൻഷോട്ടിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്തണമെന്നാണ് കേസിൽ ആദ്യം പ്രതിചേർക്കപ്പെട്ട ലീഗ് പ്രവർത്തകൻ മുഹമ്മദ് കാസിം മീഡിയ വണ്ണിനോട് പറഞ്ഞത്. കാസിമിന്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. താൻ കോടതിയെ സമീപിച്ചപ്പോൾ മാത്രമാണ് അന്വേഷണം നടന്നത്. കേസിൽ പ്രതിചേർക്കപ്പെട്ടത് കാരണം പാസ്പോർട്ട് പുതുക്കാൻ പോലും തനിക്ക് കഴിഞ്ഞില്ല. തൻ്റെ ഫോൺ ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിലാണ്. കേസിൽ തുടർ അന്വേഷണത്തിനായി കോടതിയെ സമീപിക്കുമെന്നാണ് കാസിം മീഡിയ വണ്ണിനോട് പറയുന്നത്. യെസ്, മുഹമ്മദ് അസ്ലം കൂടുതൽ വിശദാംശങ്ങളുമായി നമ്മോടൊപ്പം ചേരുകയാണ്. അസ്ലം, മറ്റൊരു തെരഞ്ഞെടുപ്പ് കാലം വരുമ്പോൾ 2 വർഷം കഴിയുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ വിവാദമായ, വലിയ ചൂടുപിടിപ്പിച്ച, വലിയ കോളിളക്കമുണ്ടാക്കിയ കേസിൽ അന്ന് വളരെ വേഗത്തിൽ പ്രതികളിലേക്ക് എത്താൻ കഴിയുമെന്ന ഒരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും ആ കേസിലെ യഥാർത്ഥ പ്രതിയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് പോലീസ് ഈ കേസിൽ ഇരുട്ടിൽ തപ്പിയത്? ബോധപൂർവം ആ കേസിൽ പ്രതിയിലേക്ക് എത്താതെ അവസാനിപ്പിച്ചു എന്നാണോ ഇപ്പോൾ ഈ കാസിം അടക്കം പറയുന്നത്? ഈ കാസിമിൻ്റെ ഫോൺ ഇപ്പോഴും കൊടുത്തിട്ടില്ല. അപ്പോൾ ആ ഫോൺ കൊടുക്കാത്തതുകൊണ്ട് കാസിമിനുണ്ടായ പ്രയാസങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ കാസിം പറയുന്നു? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ മത്സരിച്ച UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനെതിരെ ഏറ്റവും വളരെ രൂക്ഷമായ ആക്രമണം ഉയർത്തിയ ഒരു സംഭവമായിരുന്നു ഈ കാഫിർ സ്ക്രീൻഷോട്ട് എന്ന് പറയുന്നത്. 2024 ഏപ്രിൽ 25-നാണ് ഇത്തരമൊരു തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുമ്പ് മാത്രമാണ് ഇത്തരമൊരു സ്ക്രീൻഷോട്ട് പ്രചരിച്ചു എന്ന രീതിയിൽ ഇത്തരമൊരു മെസ്സേജ്, ഇത്തരമൊരു സന്ദേശം. കാഫിറായ ഒരു വശത്ത് 5 നേരം നമസ്കരിക്കുന്ന ഷാഫി പറമ്പിലാണ് സ്ഥാനാർത്ഥി, മറ്റേതാണെങ്കിലോ കാഫിറായ സ്ത്രീയാണ്, ആർക്ക് നമ്മൾ വോട്ട് ചെയ്യണം, നമ്മുടെ ആൾപ്പെട്ടവനല്ലേ എന്ന് പറയുന്ന ഒരു സന്ദേശവും ഷാഫി പറമ്പിലിന്റെ വേണ്ടി വോട്ട് ആവശ്യപ്പെടുന്ന ഒരു പോസ്റ്ററും ചേർത്ത് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നു. യൂത്ത് ലീഗിന്റെ ഒരു നെടുമ്പോയിൽ എന്ന് പറയുന്ന തിരുവള്ളൂർ മേഖലയിൽ, വടകര തിരുവള്ളൂർ മേഖലയിലെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ PK മുഹമ്മദ് കാസിം എന്ന് പറയുന്ന ഒരു ലീഗ് പ്രവർത്തകൻ, MSF പ്രവർത്തകൻ പോസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാണ് ആദ്യം ശരിക്കും ഫേസ്ബുക്കിലേക്ക് ഇത് വരുന്നത്. അമ്പാടി മുക്കിൽ സഖാക്കൾ എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിലാണ് 2024 ഏപ്രിൽ 25 വൈകിട്ട് 3 മണിക്ക് ഇത് പ്രത്യക്ഷപ്പെടുന്നത്. തുടർന്നും കൂട്ട് LDF അത് വലിയ പ്രചരണായുധമാക്കുന്നു. പ്രധാനപ്പെട്ട നേതാക്കൾക്ക് KK ലതിക അടക്കം എല്ലാ പേരും ഇത് ഷെയർ ചെയ്യുകയും വലിയ തോതിലുള്ള വിദേശ പ്രചരണം ഇവിടെ നടത്തുക സാമുദായിക പ്രചരണം ഷാഫി നടത്തുകയാണ് എന്ന രീതിയിൽ ആരോപണം വന്നു. അതേസമയം തന്നെ അന്ന് ആദ്യത്തെ ആ ദിവസം തന്നെ ഈ മുഹമ്മദ് കാസിമിന്റെ പേരിലാണ് ഈ ആരോപണം വരുന്നത്. മുഹമ്മദ് കാസിം അന്ന് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും തന്റെ ഫോൺ നൽകിക്കൊണ്ട് താനല്ല ഇത് ചെയ്തത്, ഇത് ആരാണ് പിന്നിൽ നിന്ന് കണ്ടെത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പാറക്കല്ലത്തിലെ MLA അടക്കം ആ സമയത്ത് കാസിനൊപ്പം പോവുകയും ഒക്കെ ചെയ്തിരുന്നു. തുടർന്ന് അങ്ങോട്ട് പോലീസ് പരിശോധനയിൽ ഇത് പ്രാഥമികമായി തന്നെ ഇത് വ്യാജമാണെന്ന് കണ്ടെത്തി. അതിനെ തുടർന്ന് അങ്ങോട്ട് മറ്റ് നടപടികളിലേക്ക് മുന്നോട്ട് പോയി. തുടർന്ന് നമുക്കറിയാം ആ സമയത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അതിനുശേഷം അന്വേഷണം എഴുതി നീങ്ങി. വീണ്ടും കാസിം ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് ഒരു അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സർക്കാർ ഒരു വർഷത്തിന് ശേഷം സമർപ്പിക്കുന്നത്. അതിലാണ് ഇതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ നൽകുന്നത്. അതായത് 2024 ഏപ്രിൽ 25-ന് ആദ്യമായി ഇതൊരു വാട്സപ്പ് ഗ്രൂപ്പിലാണ് വരുന്നത്. അമ്പാടിമുക്ക് സഹാക്കൾ വരും റെഡ് എൻകൗണ്ടർ എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ
DYFIയുടെ മേഖലാ സെക്രട്ടറി ആയിരുന്ന റിമേഷ് രാമകൃഷ്ണൻ, അധ്യാപകനുമായിരുന്ന റിമേഷ് രാമകൃഷ്ണനാണ് 2020 ഏപ്രിൽ 24 ഉച്ചയ്ക്ക് 2:30 ഇത് പോസ്റ്റ് ചെയ്യുന്നത്. ഈ റെഡ് എൻകൗണ്ടർ ഗ്രൂപ്പിൽ നിന്നും റെഡ് ബറ്റാലിയൻ എന്ന ഗ്രൂപ്പിലേക്ക് വേറൊരു അമൽറാം എന്നൊരാൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അവിടെ നിന്നാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് എത്തിയത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ തുടക്കം, ആദ്യത്തെ പോസ്റ്റ് ചെയ്തത് റിമേഷ് രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ DYFI നേതാവാണെന്ന് പോലീസ് കണ്ടെത്തുന്നു. പോലീസ് അക്കാര്യം ഹൈക്കോടതി അറിയിക്കുകയും ചെയ്തു. ഇവരുടെ എല്ലാം ഫോണുകൾ പിടിച്ചെടുക്കുകയും പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തു. എന്നാൽ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം പേരാമ്പ്രയിൽ നടന്ന ഈ അനൗൺസ്മെന്റ് വിവാദം, കൗമിലെ കുട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് ലീഗർ പ്രചരിപ്പിക്കുന്ന രീതിയിൽ പുതിയൊരു അനൗൺസ്മെന്റ് വിവാദം വന്ന ഘട്ടത്തിൽ ഇതിന്റെ സ്റ്റാറ്റസ് കോ എന്താണ് നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് കഴിഞ്ഞ മാസം ഈ കഴിഞ്ഞ മാർച്ചിൽ ഈ അന്വേഷണം പ്രതികളെ കണ്ടെത്താനാവാതെ ക്ലോസ് ചെയ്തു, അവസാനിപ്പിച്ചു എന്ന വിവരം വടകര പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് അറിയുന്നത്. അതായത് ഈ ഒരു ആദ്യമായി പോസ്റ്റ് ചെയ്ത ഒരു റെഡ് എൻകൗണ്ടർ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഇന്നയാളാണ് പോസ്റ്റ് ചെയ്ത് കണ്ടെത്തുകയും അയാളുടെ ഫോണെല്ലാം പിടിച്ചെടുക്കുകയും ചെയ്തതിനു ശേഷം അവിടെ നിന്നങ്ങോട്ട് ഒരടി പോലും അന്വേഷണം മുന്നോട്ട് പോയില്ല എന്ന് മാത്രമല്ല, വർഷങ്ങൾക്ക് ശേഷം 2 വർഷം 2024 കഴിഞ്ഞ് ഏപ്രിൽ കഴിഞ്ഞ് 2026 ഏപ്രിലേക്ക് എത്തി നിൽക്കുമ്പോൾ 2 വർഷം പൂർത്തിയാകുമ്പോൾ പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഈ DYFI നേതാക്കളുടെ ഫോൺ പരിശോധന ഫലം പോലും ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അൺഡിറ്റക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് കണ്ടെത്താനാവാത്ത പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന പേരിൽ ആ പോലീസ് ആ കേസ് അവസാനിപ്പിക്കുകയും കോടതിയിൽ ആ റിപ്പോർട്ട് സമർപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഈ ഒരു കേസിൽ ആദ്യം പ്രതിയായ കാസിനെ സംബന്ധിച്ചോളം ഈ കേസ് അവസാനിച്ച വിവരം തന്നെ ലഭ്യമല്ല. അയാൾക്ക് അയാളുടെ ഫോൺ തിരികെ കിട്ടിയിട്ടില്ല. ഈ കേസ് കാരണം അയാൾക്ക് പാസ്പോർട്ട് പോലും പുതുക്കാനോ വിദേശത്ത് യാത്ര ചെയ്യാനോ ഒന്നും ചെയ്യാത്ത സാഹചര്യമുണ്ട്. മാത്രമല്ല ഇത് സാമൂഹ്യ ധ്രുവീകരണം ഉണ്ടാക്കുന്ന, വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന വലിയ പ്രചരണമാണെന്നും അതിനെതിരെ കേരളത്തിലുടനീളം വലിയ തോതിൽ പ്രതിഷേധം ഉയർന്നിട്ട് പോലും ആരാണ് ഇതിന് പിന്നിലെന്ന് കണ്ടെത്താനോ അതിന് കൃത്യമായ നടപടിയെടുക്കാനോ സർക്കാരിനോ പോലീസിനോ കഴിഞ്ഞില്ല എന്നുകൂടി വരുന്നു. വീണ്ടും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത്തരത്തിലുള്ള വിദേശ പ്രചരണങ്ങൾ പല വശത്തായി ആവർത്തിക്കുകയും ചെയ്യുമ്പോൾ കൃത്യമായ ഒരു കാരണം ഏറെക്കുറെ പ്രതികളിലേക്ക് എത്തിയെന്ന് പറയാൻ പറ്റുന്ന ഒരു റിപ്പോർട്ട് പോലീസ് മുന്നിൽ ഉണ്ടായിട്ട് പോലും അവിടെ നിന്ന് അങ്ങോട്ട് ഒരടി പോലും മുന്നോട്ട് പോയില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ ആരാണ് കാഫിർ സ്ക്രീൻഷോട്ടിന് പിന്നിലെന്ന് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല, സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഗുരുതരമായ ഒരു സംഗതിയോട് വരികയാണ്. ഏതായാലും കേസ് ആ പ്രതികളെ കണ്ടെത്താനായില്ല എന്ന അൺഡിറ്റക്റ്റഡ് എന്ന് പറയുന്ന വിഭാഗത്തിലാക്കി ആ കേസ് അവസാനിപ്പിക്കുകയാണ് വടകര പോലീസ് ചെയ്തത്. എന്തായാലും നമുക്ക് ആ കേസ് വന്ന ആ സംഭവം വന്നത് മുതൽ തന്നെ കേസിനെ ഫോളോ അൺഡിറ്റക്റ്റഡ് വിഭാഗത്തിൽപ്പെടുത്തിയ കേസ് ക്ലോസ് ചെയ്യാൻ പോലീസ് തീരുമാനിക്കുമ്പോൾ സ്വാഭാവികമായി കാസിമിനടക്കം ഈ ഫോൺ തിരികെ കൊടുക്കണം. അപ്പോൾ ഫോൺ തിരികെ ലഭിക്കുന്നതിന് വേണ്ടി ഈ കേസിന്റെ ഏറ്റവും ഒടുവിലത്തെ അവസ്ഥ എന്താണെന്ന് അറിയാനൊക്കെ കാസിം പോലീസിനെ സമീപിച്ചിട്ടുണ്ടാകും. ആ സമയത്ത് ഫോൺ തിരികെ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കൊക്കെ പോലീസ് എന്താണ് കാസിമിനോട് നൽകിയിരിക്കുന്ന മറുപടി? ഫോണെന്ന് പോലീസ് ക്ലോസ് ചെയ്ത കാര്യം അറിഞ്ഞിട്ടില്ല. കാരണം ഇത് കേസുകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാസിനെ സംബന്ധിച്ചുള്ള അറിയുന്ന വിവരം. ഇനിയിപ്പോൾ അഥവാ ക്ലോസ് ചെയ്താൽ പോലും കോടതിയിലെത്തി, കോടതിയിൽ നിന്നും ആണ് ശരിക്കും ഈ കോടതി തൊണ്ടി മുതല എന്ന നിലയിൽ പിടിച്ചെടുത്ത സാധനം എന്ന നിലയിൽ തിരിച്ചു കൊടുക്കുക കോടതി തന്നെയായിരിക്കും. കോടതിയിലേക്ക് ഇതെത്തി കോടതിയെ ആ കേസിന്റെ സംബന്ധിച്ചോളം ഒരു തീർപ്പാക്കുമ്പോൾ മാത്രമേ ഒരു പക്ഷേ ഫോൺ ഉൾപ്പെടെയുള്ള കാര്യം കിട്ടുകയുള്ളൂ. അതേസമയം കാസിം